പ്രിയപ്പെട്ട ജോൺ സാമുവലച്ച, സ്നേഹപൂർവ്വം സ്വാഗതം. സംഗീത ലോകത്ത്, പ്രത്യേകിച്ച് ആരാധന സംഗീത ലോകത്ത് തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കുകയും അതിനനേകം സംഭാവനകൾ നൽകുകയും ചെയ്ത അച്ഛനോട് ആയിരിക്കാൻ കഴിയുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി അച്ഛനൊന്ന് പരിചയപ്പെടുത്താവോ? ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് ജോൺ സാമുവൽ എന്നാണ്. കോന്നി എന്ന് പറയുന്ന പത്തനംതിട്ട ജില്ലയിലുള്ള ഒരു ഗ്രാമപ്രദേശത്തായിരുന്നു ജനനം. പഠിച്ചതും വളർന്നതുമൊക്കെ അവിടെ തന്നെ. പിന്നീട് ഉപരിപഠനങ്ങൾക്കായിട്ട് തിരുവനന്തപുരത്ത് മാർഗനീസ് കോളേജിലും പിന്നെ ചെന്നൈയിൽ പഠിക്കുകയുണ്ടായി. അതിനുശേഷമാണ് സെമിനാരിയിലേക്ക് പോകുവാനുള്ള ഒരു സാഹചര്യമൊത്ത് വന്ന് സെമിനാരിയിൽ ജോയിൻ ചെയ്ത് പൗരോഹിത്യ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുവാനുള്ള ഒരു ആഗ്രഹം തോന്നിയതും അവിടെ പോയതും. അച്ഛൻ്റെ ജീവിതം എടുത്ത് നോക്കുകയാണെങ്കിൽ സന്യാസ വൈദിക വൃത്തിയിലേക്ക് കടന്നു കഴിഞ്ഞിട്ട് അച്ഛൻ്റെ ഏതാണ്ട് ജീവിതത്തിൻ്റെ ഭൂരിഭാഗവും ചെലവഴിച്ചിരിക്കുന്നത് ആരാധനാ സംഗീതം അത് പഠിക്കാനും അതിൻ്റെ വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്യാനുമാണ്. എങ്ങനെയാണ് അച്ഛൻ സംഗീത ലോകത്തേക്ക് എത്തിയതെന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പറയാമോ? കുടുംബപരമായിട്ടൊരു സംഗീത പാരമ്പര്യമുള്ള കുടുംബത്തിലൊന്നുമല്ല ഞാൻ ജനിച്ചത്. പക്ഷേ കുട്ടിക്കാലം മുതൽ സംഗീതത്തോടൊരു അഭിരുചിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കൂടുതലും എനിക്ക് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻസിനോടായിരുന്നു താല്പര്യം. അങ്ങനെ കീബോർഡ്, ഗിറ്റാർ മുതലായ പഠിക്കുവാനുള്ള ശ്രമം ആരംഭിച്ചു. എന്നാലും അതിൻ്റെ ഒരു സീരിയസ്നെസ്സിലേക്ക് വന്നത് സെമിനാരി പഠന കാലഘട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ ആരാധനാ സംഗീതത്തോടുള്ള താല്പര്യമാണ് കൂടുതൽ സംഗീതം പഠിക്കണം എന്നുള്ള ഒരാഗ്രഹത്തിലേക്ക് എന്നെ കൊണ്ട് എത്തിച്ചത്. അങ്ങനെ ആരാധനാ സംഗീതത്തിലെ പ്രാവീണ്യത ലോകത്തിനൊന്ന് വേറൊരു രീതിയിൽ മനസ്സിലാക്കി കൊടുക്കത്തക്കവണ്ണം എൻ്റെ മനസ്സിൽ അന്നേ ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നു. അതിനനുസരിച്ചാണ് സംഗീത അഭ്യസനം ഞാൻ അന്നും ഇന്നും ഇപ്പോഴും കൊണ്ടുപോകുന്നത്. ആരാധനാ സംഗീതത്തിന് സഭയിൽ ഒത്തിരി പ്രാധാന്യമുണ്ട്. ദൈവാരാധനയായിട്ട് ബന്ധപ്പെട്ട ആത്മീയ തലങ്ങളിൽ ഒത്തിരി പ്രാധാന്യമുണ്ട്. എന്താണ് അച്ഛനെ ആരാധനാ സംഗീതം കൂടുതലായിട്ട് ശ്രദ്ധിക്കാനായിട്ട് സ്വാധീനിച്ച ആ ഒരു ഘടകം എന്താണ്? ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ഒരാളുടെ ആത്മീയ ജീവിതത്തിൽ ആരാധനാ സംഗീതത്തിനുള്ള ഒരു പ്രാധാന്യം അതെങ്ങനെയാണ് അയാളെ സ്വാധീനിക്കുന്നത്? ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിശദീകരിക്കാമോ? ആരാധനാ സംഗീതം തന്നെയാണ് സംഗീതത്തോടുള്ള ഭ്രമം എനിക്ക് വർദ്ധിപ്പിച്ചത്. അതിന് പ്രധാന കാരണക്കാരൻ എന്നെ പഠിപ്പിച്ച ഗുരുനാഥനായ അധ്യാപകൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പേര് MP ജോർജ് അച്ഛൻ എന്നാണ്. സെമിനാറിലെ അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ഭാവാത്മകമായ ആലാപന രീതിയും പഠിപ്പിക്കുവാനുള്ള കഴിവും ഒരുപാട് ഹഠാത് ആകർഷിച്ചിരുന്നു. അതുമാത്രമല്ല, സെമിനാരിയിലെ ആരാധനയിൽ സംബന്ധിക്കുമ്പോൾ ഈ ലിറ്റർജിക്കൽ മ്യൂസിക്കിന്, പ്രത്യേകിച്ച് പൗരസ്ത്യ ഓർത്തഡോക്സ് സഭയുടെ ലിറ്റർജിക്കൽ മ്യൂസിക് നമ്മൾ ആരാധനയായിട്ട് പാടുമ്പോൾ അതിനകത്ത് സാധാരണ ഒരു പാട്ട് പാടുന്നത് പോലെയല്ല. അതിനകത്തൊരു ആത്മനിറവുണ്ട്. ആത്മനിറവ്, ലിറിക്സിൻ്റെ മീനിങ്, പിന്നെ അതിൻ്റെ മ്യൂസിക്, ഇത് മൂന്നും കൂടെ ചേർത്ത് നമ്മൾ ഹൃദയത്തിൽ നിന്ന് പാടുമ്പോൾ ഉണ്ടാകുന്ന ആനന്ദ നിർവൃതി, അത് മ്യൂസിക്കുമായിട്ട് ബന്ധപ്പെടുത്തുമ്പോൾ അതിനൊരു സ്പെഷ്യൽ ഇമ്പാക്റ്റ് ഉണ്ട്. അപ്പം ആ ഇമ്പാക്റ്റിനെ ഈ പൗരോഹിത്യ വർഗത്തിലും പിന്നെ കുറച്ച് ആരാധനയുമായിട്ട് താല്പര്യമുള്ളവരിലും മാത്രം ഒതുങ്ങി നിൽക്കാതെ ഇത് പുറമേയുള്ള ലോകത്തിലേക്ക് എത്തിക്കത്തക്കവണ്ണം എന്ത് സാധ്യത ഉണ്ടാകും എന്ന് ഞാൻ അന്നോട്ടെ ആലോചിച്ചിരുന്നു. അങ്ങനെ ഒരു ചോദ്യമൊന്നും മനസ്സിലുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു പ്രചോദനമാണ് യഥാർത്ഥത്തിൽ തന്നെ ഇങ്ങനെയൊക്കെയുള്ള സിംഫണി ഫോമാറ്റിൽ സാധാരണ ജനങ്ങൾക്കും എല്ലാവർക്കും ആനന്ദപ്രദമായിട്ടത് കേട്ട് ആസ്വദിക്കത്തക്കോണം അവർക്ക് വിളമ്പിക്കൊടുക്കുവാനുള്ള ഒരു സംഗീതപാത്രം തന്നെ ക്രമീകരിക്കുവാൻ എന്നെ പ്രേരിപ്പിച്ചത്. ജോൺ സാമുവലച്ചൻ നിരവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് അനേകം സ്ഥലങ്ങളിൽ ആരാധനാ സംഗീതം കേന്ദ്രീകരിച്ച് അനേകം പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അതിൽ ഏത് പാട്ടാണ് നമുക്ക് ആദ്യം പ്രേക്ഷകരെ കാണിക്കേണ്ടത്? ഒരമ്മയ്ക്കൊരു 10 മക്കളുണ്ടെങ്കിൽ അതിലേത് കുഞ്ഞിനോടാണ് ഏറ്റവും ഇഷ്ടമെന്ന് ചോദിക്കുന്ന പോലൊരു ചോദ്യമാണിത്. എന്നാലും ഏറ്റവും റീസെൻ്റായിട്ട് നടത്തിയ ഒരു പ്രോഗ്രാമിൽ ഒരു വ്യത്യസ്തമായൊരു ഗാനം അവതരിപ്പിക്കാനുള്ള ഭാഗ്യമുണ്ടായി. ബഹ്റിനിൽ വെച്ച് ഈ അടുത്ത് നടന്ന എൻ ക്രിസ്റ്റോസ് എന്ന് പറയുന്നൊരു പ്രോഗ്രാമിൽ വ്യത്യസ്തമായൊരു പാട്ട് അവതരിപ്പിക്കുവാൻ ഒരു ശ്രമം നടത്തി. ആ പാട്ടൊരു ഗ്രീക്ക് സോങ്ങാണ്.
നെക്ടോറിയോസ് എന്ന് പറയുന്ന വിശുദ്ധനായ ഒരു മനുഷ്യൻ 1800 കാലഘട്ടങ്ങളിൽ ഗ്രീസിൽ ജീവിച്ചിരുന്ന ഒരു ഗ്രീക്ക് ഓർത്തഡോക്സ് ബിഷപ്പാണ്. അദ്ദേഹമാണ് ഈ പാട്ട് എഴുതിയത്. അദ്ദേഹത്തിന് മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ പാട്ടിൻ്റെ വരികളും അതിനുള്ള ട്യൂണും കൊടുത്തിട്ടുണ്ട് എന്നാണ് അതിനെപ്പറ്റിയുള്ള ഒരു പഠനം. ആ പാട്ട് യാദൃശ്യമായിട്ട് ഗ്രീസിലെ ഒരു അതിപ്രശസ്തനായ സംഗീതജ്ഞനായ ഒരു പുരോഹിതനുണ്ട്, കബർണോസ് നിക്കോദിമോസ് എന്ന് പറയുന്ന ഒരു അച്ഛൻ പാടുന്നത് ഞാൻ ശ്രദ്ധിച്ചു. എനിക്ക് അച്ഛനെ എങ്ങനെയും കോണ്ടാക്ട് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായി. ഞാൻ അദ്ദേഹത്തിൻ്റെ കോണ്ടാക്ട് ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് അദ്ദേഹത്തെ കോണ്ടാക്ട് ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രചോദനവും പിന്നെ ദൈവമാതാവിനോടുള്ള എൻ്റെ ഒരു പ്രത്യേകമായ അഭിവാഞ്ചയും, മാതാവിൻ്റെ മധ്യസ്ഥത എന്ന് പറയുന്നത് എല്ലാവരെ പോലെ എനിക്കും വളരെ പവർഫുള്ളായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് വിശുദ്ധ കുർബാന ചൊല്ലുമ്പോഴത് മാതാവിൻ്റെ മധ്യസ്ഥത ആ ഭാഗം നമ്മൾ തുയോബോയിലും അല്ലാതെയൊക്കെ നടത്തുമ്പോൾ ദ പ്രോക്സിമിറ്റി ആൻഡ് ദ പ്രസൻസ് ഓഫ് ഹോളി വെർജിൻ മദർ ഈസ് വെരി ഗ്രേറ്റ്ലി ഫെൽറ്റ്. അത് എങ്ങനെ വാക്കുകൾ കൊണ്ട് പറയാൻ പറ്റിയല്ല. അതുകൊണ്ട് ഈ ഒരു പാട്ട് ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അച്ഛനത് പാടിയപ്പോൾ അതിന് ഓർക്കസ്ട്രേഷൻ ഇല്ലായിരുന്നു. ഞാൻ എൻ്റെ ഓർക്കസ്ട്രേഷൻ ചെയ്യുമ്പോഴും ഒരു പ്രത്യേക ഫീലായിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി സംഗതി ഇതൊരു ദൈവനിശ്ചയമാണ് എന്ന് മനസ്സിലായി. അത് മാത്രമല്ല, ആ പാട്ട് ഗ്രീക്കാണ് ഫുള്ള്. എന്നാൽ ദൈവമാതാവ് പ്രേരിപ്പിച്ചാണോ എന്നറിയത്തില്ല, ഇതിൻ്റെ ഒരു മലയാളം വേർഷൻ ഉണ്ടാക്കണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. അപ്പോൾ എനിക്ക് എഴുതാനുള്ള വലിയ കഴിവില്ല. അതുകൊണ്ട് സഭയിൽ എഴുതാൻ അറിയാവുന്ന ഒരു ബിജു മാത്യു പുള്ളിക്കൽ അച്ഛൻ എന്ന് പറഞ്ഞ അച്ഛനെ കൊണ്ട് ഞാൻ ഇതിൻ്റെ ട്യൂൺ അങ്ങോട്ട് കൊടുത്തു. അച്ഛൻ നിമിഷ നേരം കൊണ്ട് എനിക്ക് അതിൻ്റെ നല്ല വരികൾ എഴുതി തന്നു. ഇത് മാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ഒരു ഗീതമാണ്. അപ്പോൾ കോറസ് അതിന് ബാക്കിങ് കൊടുക്കും. ഒരു ലീഡ് വോയിസ് മാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള വരികൾ പാടിക്കൊണ്ടിരിക്കും. ആ പാട്ട് അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ എനിക്കുണ്ടായിരുന്ന ഒരു സ്പിരിച്വൽ എക്സ്റ്റാറ്റിക് ഫീൽ, ആൻഡ് ദ സെയിം ഫീൽ വാസ് ഫെൽറ്റ് ഇൻ ദ എൻറ്റയർ ഓഡിയൻസ് ഓൾസോ. അത് പ്രോഗ്രാമിന് ശേഷം എനിക്ക് ആ ഫീഡ്ബാക്ക് കിട്ടി. ഒരു പ്രോഗ്രാമിൽ കൂടി ഞാൻ ഉദ്ദേശിക്കുന്നത് അതാണ്. ഒരു ഷോ നടത്തുകയോ അല്ലെങ്കിൽ ഒരു പെർഫോമൻസ് നടത്തുകയോ ഒന്നുമല്ല. അവിടെ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. ഈ ഗാനത്തിലൂടെ ആ ഒരു സ്പിരിച്വൽ അറ്റ്മോസ്ഫിയർ മാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ട് പാടുമ്പോൾ കൊടുക്കുവാൻ സാധിച്ചു എന്നെനിക്ക് ബോധ്യമായി. പ്രിയപ്പെട്ടവരെ, അച്ഛൻ പറഞ്ഞ പരിശുദ്ധ മാതാവിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള ആ ഗാനം നമ്മൾക്ക് കേൾക്കാം. ബഹ്റിനിലെ സെൻറ് മേരീസ് ഇന്ത്യൻ ഓർത്തഡോക്സ് ചർച്ചിലെ കൊയറാണ് അത് പാടിയിരിക്കുന്നത്. നമുക്കത് കേട്ടിട്ട് തിരിച്ചു വരാം.
ചെയ്തോൾ രണ്ടാം ഹൗവ നീയേ. ഉയിരിന്നാപത്തന്നോർത്തിട്ടും ഉയിരിൻ നാഥനെ നീ പേറി. സർവം കാരങ്ങളിൽ താങ്ങും സർവേശനെ വഹിച്ചു നീ. ഉലകത്തെ ഊട്ടും നാഥനെ ഊട്ടി തായ്പാലിനാലെ നീ. ഇരിയാമുള്ളേ മാതാ കന്നി ഇടിവാൾ ഹൃത്തേ പേറും തായേ. Mariai Parthane Cosmos Pandosh Kyria. Achrande Nefi Panagne Desfina Panagia. Mariani Vianasha Harani Monetia. Kori Shamali Vasilisa Mitiri Peragia. Timio tera kerubi ipere doxo tera. Donas amoton serafim don trono ni perdera. അച്ഛാ, എത്ര മനോഹരമായിട്ടാണ് ആ കൊയർ അവിടെ ആ പാട്ട് അവതരിപ്പിച്ചിരിക്കുന്നത്. ശരിക്കും ഇത് തന്നെയല്ലേ സ്വർഗത്തിൽ നടക്കുന്നത്? നമ്മളുടെ ആരാധനയെ പറയുന്നത് തന്നെ സ്വർഗീയ ആരാധന എന്നാണ്. ഈ സ്വർഗീയ ആരാധന നമ്മളുടെ ബാഹ്യമായ അവയവങ്ങളിൽ കൂടി നമുക്ക് പ്രതിഫലനം ചെയ്യുവാൻ നമുക്ക് സാധിക്കുന്നത് ഇത് ഉള്ളിൽ അത് ആദ്യം നമുക്ക് ഫീൽ ചെയ്യുന്നതുകൊണ്ടാണ്. ഞാൻ ഈ പാട്ട് എഴുതിയ നെക്ടോറിയോസ് എന്ന് പറയുന്ന ഗ്രീക്ക് ഓർത്തഡോക്സ് ബിഷപ്പിനെ പറ്റി പറഞ്ഞില്ലേ, അദ്ദേഹത്തിൻ്റെ മുമ്പിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട് ഈ ഗാനത്തിൻ്റെ ട്യൂണും ഇതിൻ്റെ ലിറിക്സും പറഞ്ഞു കൊടുത്തു എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ അർത്ഥമാക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ഉള്ളിലാണ് ആ
ആ സംഗീതം അത് രൂപപ്പെടുന്നത്. അപ്പോൾ ഈ കേൾക്കുന്നതെല്ലാം ഉള്ളിലെ ചെവി കൊണ്ടാണ്. നമുക്ക് പിതാക്കന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്ക് 10 ഇന്ദ്രിയങ്ങളുണ്ടെന്നാണ് പറയുന്നത്. സയൻസ് 5 ഇന്ദ്രിയങ്ങളെ പറ്റി പഠിപ്പിക്കുന്നുള്ളൂ. ഉൾക്കാതിനെ കുറിച്ച്, ഉൾക്കാത്, ഉൾക്കണ്ണ്, ഈ രുചി, അകത്തെ നാക്ക്, അകത്തെ മൂക്ക്, അകത്തെ ചെവി, അകത്തെ ത്വക്ക്, അകത്തെ സ്പർശനം, ഇത്രയും സംഗതികളും അകത്ത് അനുഭവിക്കുന്നതാണ് സ്പിരിച്വാലിറ്റി. അതാണ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഒരു ചെറിയൊരു പ്രതിഫലനം മാത്രമാണ് നമ്മൾ പുറമേ ഉണ്ടാവുന്നത്. അപ്പം അകത്താണ് ശരിക്കും അതിൻ്റെ ആരാധനാ ഭാവം ഇരിക്കുന്നത്. അത് ജസ്റ്റ് പുറത്തേക്ക് വരികയാണ് എന്ന് പറയുന്നതല്ല. നമ്മൾ ചെയ്യുന്ന സംഗീതം സ്വർഗീയമായ അനുഭവതലത്തിൽ നിന്ന് ഉടലെടുക്കുമ്പോൾ അത് പുറത്തേക്ക് വിട്ട് കഴിയുമ്പോൾ അത് ഗംഭീരമായി ആധ്യാത്മിക പരിപോഷണം ഇത് കേൾക്കുന്നവർക്ക് സാധ്യമാക്കി കൊടുക്കുന്നുണ്ട്. അതാണ് അവിടെ ലിറ്റേർജിക്കൽ മ്യൂസിക്കിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതിനൊരു പ്രത്യേക രാഗം. ഞാൻ അത്ഭുതപ്പെട്ടിട്ടുണ്ട് പിതാക്കന്മാർ എങ്ങനെയാണ് ഈ രാഗം ചിട്ടപ്പെടുത്തിയെന്ന്. എന്ന് പറഞ്ഞാൽ ഈ പ്രത്യേകിച്ച് സിറിയക്ക് രാഗങ്ങൾക്ക് ആ ഡിവൈൻ ടച്ചാണ്. ഇപ്പം തന്നെ ആ ഗ്രീക്ക് ഓർത്തഡോക്സ് സ്റ്റാൻഡ് കേട്ടപ്പോൾ നമുക്ക് ഒരു പ്രത്യേക വേറൊരു ലോകത്തിലേക്ക് നമ്മളെ, സ്പിരിച്വൽ റെലമിലേക്ക് നമ്മളെ ഷിഫ്റ്റ് ചെയ്യുക. മാനസിക തലത്തിലൊരു മാനസികത്തിൽ നിന്നും ആഴത്തിലേക്ക് ആത്മതലത്തിൽ എന്ന് പറയേണ്ടി വരും. ശാരീരികമുണ്ട്, മാനസികമുണ്ട്, ആത്മീകമുണ്ട്. ഇപ്പം ആത്മീകമാണ് അതിൻ്റെ റിയാലിറ്റി എന്ന് പറയുന്നത്. മറ്റേ രണ്ടും ഇമേജസ് ആണ്. കാരണം മനസ്സും ശരീരവും നശിച്ചു പോകുന്ന 2 സാധനങ്ങളാണ്. ആത്മാവേ ജീവിക്കത്തുള്ളൂ. അപ്പോൾ ആത്മാവിലാണ് ഈ സംഗീതം പരിപോഷപ്പെടേണ്ടത്, അല്ലെങ്കിൽ അത് ഉണ്ടാവേണ്ടത്, അത് അനുഭവപ്പെടേണ്ടത്, അനുഭവേദ്യമാണ്. അതിൻ്റെ ജസ്റ്റ് റിപ്പൽക്കേഷനാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ലിറ്റർജിക്കൽ മ്യൂസിക്കിന് ഈ ഒരു പവറുണ്ട്. സാധാരണ മ്യൂസിക്കിന് അത്രയും കിട്ടണം എന്നില്ല, കിട്ടത്തില്ല എന്ന് ഞാൻ പറയുകയില്ല, അത്രയും കിട്ടണമെന്നില്ല. കാരണം നമ്മൾ ലിറ്റർജി പാടുമ്പോൾ ദൈവികമായ അത് ഏത് ലിറ്റർജി ആണെങ്കിലും, ക്രിസ്ത്യൻ എന്ന് മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഹൈന്ദവരുടെ ആണെങ്കിലും മുസ്ലിം സഹോദരങ്ങളുടെ ആണെങ്കിലും ക്രിസ്ത്യൻസിൻ്റെ ആണെങ്കിലും ആരുടെ ആണെങ്കിലും ദൈവികമായ ഭാവത്തിൽ നമ്മൾ എന്താ പറയുക, നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമ്മളത് ആലപിക്കുമ്പോൾ അത് ആത്മാവിലേക്ക് ഇറങ്ങും. ആത്മാവിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ അവിടെയാണ് നമ്മൾ ഈ ശരിക്കുള്ള ആത്മീക സ്പിരിച്വൽ ഫീൽ എന്ന് പറയുന്ന സാധനം അനുഭവിക്കുന്നത്. അത് അനുഭവിച്ചുകൊണ്ട് നമ്മളിത് അങ്ങോട്ട് വിളമ്പി കൊടുത്തു കഴിഞ്ഞാൽ അതേ ഫീൽ ഇത് ആസ്വദിക്കുന്നവർക്കും കിട്ടും. അങ്ങനെയാണ് ഒരു ട്രാൻസ്ഫോർമേഷൻ അങ്ങനെയാണ് ഉണ്ടാവുന്നത്, അങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. അച്ഛൻ പല പരിപാടികളിലും പഴയ ഗാനങ്ങൾ എടുത്ത് റീവർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഏത് പാട്ടാണ് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത്? ലിറ്റർജിക്കൽ മ്യൂസിക്കിൽ നിന്നാണ് ഞാൻ തുടങ്ങിയത്. ലമറിയോ സുഗത്തോ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മളൊരു സിംഫോണിക് അറേഞ്ച്മെൻ്റ് ഓഫ് ആരാധനാ സംഗീതം ഉണ്ടാക്കിയത്. എന്നാൽ അതിനുശേഷം വീണ്ടും ആൾക്കാർ സിംഫണി ഫോമാറ്റിൽ പ്രസൻറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ സാധു സോപാനം എന്ന് പറഞ്ഞൊരു പരിപാടി നടത്തി. കൊച്ചുകുഞ്ഞു ഉപദേശിയുടെ പാട്ടുകൾ മാത്രം വെച്ചുകൊണ്ട് ഒരു സിംഫണി നടത്തിക്കൊണ്ടായി തിരുവനന്തപുരത്ത് വെച്ച്. അതിനുശേഷം മസ്കറ്റിലൊരു പ്രോഗ്രാം, അത് ക്രിസ്മസ് ഓറിയൻറ്റഡ് ആയിരുന്നു. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ബഹ്റിനിലൊരു പ്രോഗ്രാം നടത്തിയുണ്ടായി. അപ്പോൾ ഞാനെപ്പോഴും പ്രോഗ്രാം ചെയ്യുമ്പോൾ ഒരു തീം എൻ്റെ മനസ്സിൽ പ്ലാൻ ചെയ്യാറുണ്ട്. അപ്പോൾ അവരാവശ്യപ്പെട്ടതനുസരിച്ച് ഒരു പുതിയ എന്തെങ്കിലും തീം വേണം എന്ന് പറഞ്ഞപ്പോൾ എന്താണ് ഇനി പുതിയ തീം എന്നുള്ളത് ഇങ്ങനെ ആലോചിച്ചു. നമ്മളൊരു കാര്യത്തിന് വേണ്ടി ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ സഹായിക്കുമെന്ന് പറഞ്ഞതുപോലെ എനിക്ക് പെട്ടെന്നൊരു തീം വന്നത്, ഞാനൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുള്ള വളരെ ഹൃദയസ്പർശിയായ ആത്മീയ ഉണർവുണ്ടാക്കുന്ന ക്രിസ്തീയ ഗീതങ്ങളുണ്ടായിരുന്നു. മനുഷ്യ നീ മണ്ണാകുന്നു, പിന്നെ എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നു, ഇങ്ങനെയുള്ള കുറേ ഗീതങ്ങളുണ്ട്. ഞാൻ വിചാരിച്ചു അതൊന്ന് എടുത്ത് റീവർക്ക് ചെയ്ത് ഒന്ന് ഓർക്കസ്ട്രേറ്റ് ചെയ്ത് കുറച്ച് ഹാർമണീസൊക്കെ ആഡ് ചെയ്ത് വേറൊരു ആ പഴയ സംഗതി തന്നെ ഒരു പുതിയ ഫോമാറ്റിലൊന്ന് അതിൻ്റെ സത്ത കൈവിടാതെ, അതിൻ്റെ ഒറിജിനൽ ഫോമാറ്റ് കൈവിടാതെ കൊടുക്കാനൊരു ശ്രമം നടത്താമെന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ ഗാനങ്ങൾ എടുക്കുകയുണ്ടായി. അതുകൊണ്ട് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബഹ്റിനിൽ എനിക്ക് കിട്ടിയ ഫീഡ്ബാക്ക് അനുസരിച്ച് ആ പ്രോഗ്രാം തീരുന്ന വരെ ഫുൾ പാക്ഡായിട്ട് ആ ഓഡിയൻസ് അവിടെ ഇരുന്നു. കാരണം ഇവർക്ക് നൊസ്റ്റാൾജിയ കേൾക്കുന്നു ഒന്നാമത്, രണ്ടാമത് ഇതിൻ്റെ ലിറിക്സ്, പിന്നെ ഇത് കൊണ്ടുവരുന്ന ആത്മീയ അനുഭൂതി. അപ്പം അതുകൊണ്ട് അതിൽ നിന്ന് ഒരു ഗാനം ഒന്നും കൂടെ നമുക്ക് ശ്രദ്ധിക്കാം. എനിക്ക് എഴുന്നള്ളുന്നു രാജാവ് എഴുന്നള്ളുന്നുള്ള പാട്ട് വളരെയധികം ഇഷ്ടമാണ്.
പഴയ പാട്ടുകൾ നവ്യമായിട്ടുള്ള ഒരു രീതിയിൽ പുനരവതരിപ്പിച്ചപ്പോൾ അത് നൽകുന്ന ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ ഒന്ന് വ്യത്യസ്തം തന്നെയാണ്. എനിക്ക് തോന്നുന്നു പ്രേക്ഷകരും പഴയ ഗാനങ്ങളായിരിക്കും കൂടുതൽ ആസ്വദിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ അച്ഛൻ ലിറ്റർജിക്കൽ മ്യൂസിക്കിനെ കുറിച്ചും അതിനോടുള്ള അച്ഛൻ്റെ കാഴ്ചപ്പാടിനെ കുറിച്ചൊക്കെ വളരെ ഹൃദ്യമായിട്ട് പങ്കുവെക്കുകയുണ്ടായി. സമയപരിമിതി മൂലം നമുക്ക് ഈ എപ്പിസോഡിൽ നിന്ന് ഇവിടെ അവസാനിപ്പിക്കേണ്ടതായിട്ടുണ്ട്. വരുന്ന എപ്പിസോഡിൽ അച്ഛൻ്റെ പാട്ടുകളും അനുഭവങ്ങളും പ്രേക്ഷകർക്ക് അറിയേണ്ടതായിട്ടുണ്ട്. നമുക്ക് അടുത്ത എപ്പിസോഡിൽ കണ്ടുമുട്ടാം. താങ്ക് യു സർ. Akhani parthen tes fina akhran